ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് വരകളും വട്ടങ്ങളും ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന പാഠഭാഗത്തിലെ വട്ടക്കണക്ക് എന്ന ഭാഗവുമായിട്ടാണ്. വട്ടക്കണക്ക്, സർക്കിൾ മാത്ത് അല്ലേ? എങ്ങനെയൊക്കെ വട്ടം വരയ്ക്കാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കൂട്ടുകാരുടെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ടാവും. നമ്മൾ ഉപ്പൂറ്റി നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കൂ അല്ലേ? നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയോ കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ച് വള, പക്ഷെ എല്ലാ വളയും പറ്റില്ല കേട്ടോ. എൻ്റെ ഈ വള ഉപയോഗിച്ച് വട്ടം വരയ്ക്കാൻ പറ്റില്ല. വട്ടം വരച്ച ശരിക്കുള്ള വട്ടമല്ല കിട്ടുക. നിങ്ങളുടെ കയ്യിൽ കുപ്പി വളയോ പ്ലാസ്റ്റിക്കിൻ്റെ വളയോ ഒക്കെ ഉണ്ടാകാം. പാത്രത്തിൻ്റെ അടപ്പ് ഉപയോഗിച്ച് വട്ടം വരയ്ക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വട്ടം വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വട്ടം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് കൃത്യം ഇത്ര വലിപ്പത്തിലുള്ള ഒരു വട്ടം വരയ്ക്കണം. അപ്പം ഞാൻ ഈ മൂടി തപ്പി നടക്കണ്ടേ? അല്ലെങ്കിൽ അതേ വലിപ്പത്തിലുള്ള വള തപ്പി നടക്കണ്ടേ? അത് നടക്കൂല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം നിങ്ങളുടെയൊക്കെ ജ്യാമിതി പെട്ടിയിലുണ്ട്. ആ ജ്യാമിതി പെട്ടി ഒന്ന് തുറന്നു നോക്കൂ. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? എങ്കിൽ ഞാൻ പറയാം ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന്. കോമ്പസ്. ഇതാണ് കോമ്പസ്. കോമ്പസിൻ്റെ നമുക്കൊരു മുന ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും. ഇവിടെ നിങ്ങൾക്ക് സ്കെച്ച് പെന്നോ പെൻസിലോ പെന്നോ ഒക്കെ വെക്കാം. അപ്പം നമ്മൾ വൃത്തം വരയ്ക്കുന്ന സമയത്ത് ഈ കോമ്പസിൻ്റെ മുന ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് എന്താണ് കറക്കേണ്ടത്? പെൻസിലിൻ്റെ ഭാഗം പിടിച്ചിട്ട് തിരിക്കുക അല്ലേ? പിന്നെ വരച്ചോണ്ടിരിക്കുമ്പോൾ ഇത് മാറ്റാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടില്ലേ, ശരിക്കും നമ്മൾ കുത്തി പിടിച്ചില്ലെങ്കിൽ വട്ടം വളഞ്ഞു പോകും. അപ്പം നമ്മൾ എവിടെയാണോ നമ്മൾ പ്രതലത്തിൽ വരയ്ക്കുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അമർത്തി ഇങ്ങനെ പിടിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ വെച്ച് വരയ്ക്കാം എന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പേപ്പറിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. ബോർഡിൽ എനിക്ക് വൃത്തം വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം മറന്നുപോയിട്ടോ. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി കണ്ടുപഠിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ അധ്യാപകരോട് പറയാം, മാതാപിതാക്കളോട് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നൊരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിതിൻ്റെ പുറകിൽ കുറേ അധ്വാനിക്കുന്നതല്ലേ. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സന്തോഷം എനിക്കും അറിയണ്ടേ. ഓക്കെ, അപ്പം നമുക്ക് താമസിക്കേണ്ട. ബാക്കി എങ്ങനെ വൃത്തം വരയ്ക്കാം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ തന്നെയല്ല, ഇതുമായി ബന്ധപ്പെട്ട കുറേ പാറ്റേണുകളുണ്ട്. പാറ്റേണുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, എന്നാൽ നമുക്ക് എങ്ങനെ വൃത്തം വരയ്ക്കാമെന്ന് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വൃത്തം വരയ്ക്കാനുള്ള ഉപകരണമാണ് ഈ കോമ്പസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ജ്യാമിതി പെട്ടിയിലുണ്ട്. എല്ലാവരും ഒന്ന് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഈ വൃത്തം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് കോമ്പസിൻ്റെ ഒരു മുന, നമുക്കറിയാം ഒരു മുന എന്ന് പറയുന്നത് ഇതിൽ തന്നെയുള്ളതാണ്. മറ്റേത് പെൻസിലിൻ്റെയോ സ്കെച്ച് പെന്നാണ് എങ്കിൽ സ്കെച്ച് പെന്ന്, അതേപോലെ പെന്നാണെങ്കിൽ പെന്ന്. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സ്കെച്ച് പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു മുന വരുന്നത് സ്കെച്ച് പെന്നിൻ്റെയാണ്. ഇത് രണ്ടും ഒരേപോലെ വരത്തക്ക വിധം നമ്മൾ വെക്കുക. പിന്നെ കോമ്പസ് ആടുന്ന കോമ്പസ് ആവരുത്, നല്ല ടൈറ്റ് ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുത്തി വരയ്ക്കുന്ന സമയത്ത് ഇതങ്ങ് മാറിപ്പോകും. അപ്പം അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. വട്ടം വരയ്ക്കാൻ വേണ്ടി കോമ്പസിൻ്റെ മുന നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഉറപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പെൻസിലിൻ്റെ മുന എന്ത് ചെയ്യണം? ഇതിന് ചുറ്റും അങ്ങോട്ട് കറക്കണം. എത്ര വലിപ്പം വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം. അതിനനുസരിച്ച് ഇത് നമുക്കിങ്ങനെ വലുതാക്കാം, ചെറുതാക്കാം. അപ്പം ഇത് ഇങ്ങനെ ഇവിടെ ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുക. അപ്പൊ ഇതിൽ നിന്ന് നോക്ക, ഈ കോമ്പസിന്റെ മുന കുത്തിയ ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിലാണ് ഈ ബിന്ദുക്കളൊക്കെയും കൂടെ വരുന്നത്. നോക്ക്, ഇങ്ങനെ വരയ്ക്കാണ്. കണ്ടില്ലേ? പെൻസിലിന്റെ മുന അതിന് ചുറ്റും ഇങ്ങനെ നമ്മൾ കറക്കാം. നമ്മൾ നേരത്തെ നടുക്ക് കുത്തിയ കോമ്പസിന്റെ മുനയ്ക്ക് ചുറ്റും പെൻസിലിന്റെ മുന ഇങ്ങനെ കറക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നല്ലൊരു വൃത്തം കിട്ടുന്നു. ഇതാണ് നടുക്ക് മുന കുത്തിയത്. ഇതിൽ നിന്ന് ഒരേ അകലത്തിലുള്ള കുറേ ബിന്ദുക്കൾ ചേർന്നതാണ് എന്ത്? ഈ വൃത്തം എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് എന്ത്? വൃത്തം. എ സർക്കിൾ ഈസ് ദ പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ് മൂവിങ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്.
ഇതാണ് നമ്മുടെ ഫിക്സഡ് പോയിന്റ്. ഇതിനൊരു പേര് പറയുന്നുണ്ട്, സെന്ററാണ്, കേന്ദ്രം. അതായത് അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ഈ ബിന്ദുവാണ് എന്ത്? വൃത്തകേന്ദ്രം, സെന്റർ ഓഫ് ദ സർക്കിൾ. അപ്പൊ അനങ്ങാത്ത ഈ ബിന്ദുവും കറങ്ങുന്ന ഈ ബിന്ദുവും തമ്മിലുള്ള മാറാത്ത അകലമാണ് വൃത്തത്തിന്റെ ആരം. അതായത് വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് ഈ ബിന്ദുവിൽ നിന്ന്, അതായത് അനങ്ങാത്ത ബിന്ദുവിൽ നിന്ന് അനങ്ങുന്ന ബിന്ദുവിലേക്കുള്ള ദൂരം. ഈ ദൂരത്തിന് മാറ്റമുണ്ടോ? മാറ്റമില്ല. ഈ ദൂരം തന്നെയായിരിക്കും ഇവിടെ വരുന്നത്, ഇവിടെ വരുന്നത്, ഇവിടെ വരുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഒരേ അകലമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മാറാത്ത അകലം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാറാത്ത അകലത്തിന് എന്താ പറയുന്നത്? റേഡിയസ്, ആരം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം. ദ അൺമൂവിംഗ് പോയിന്റ് ഇൻ ദ മിഡിൽ ഈസ് കോൾഡ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അപ്പൊ ഇതാണ് എന്ത് വരുന്നത്? സെന്റർ വരുന്നത്. ദ അൺചേഞ്ചിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അൺമൂവിംഗ് പോയിന്റ് ആൻഡ് ദ റൊട്ടേറ്റിംഗ് പോയിന്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ആരം, മലയാളത്തില് ആരം എന്ന് പറയും, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇനി ഇവിടെ പറയുന്നത് കേന്ദ്രം, വൃത്തത്തിന്റെ കേന്ദ്രം, സെന്റർ ഓഫ് ദ സർക്കിൾ. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. നല്ല രസമാണ് നമുക്കിത് നമ്മുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇനി കൃത്യമായിട്ട് ഒരു അകലം എടുത്തിട്ട് നമുക്കൊരു വൃത്തം വരയ്ക്കാം. അതായത് 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? കോമ്പസിന്റെ മുന എടുത്തിട്ട് സ്കെയിലില് വെച്ചിട്ട് കറക്റ്റ് നിങ്ങൾ 4 സെന്റിമീറ്റർ അളന്നെടുക്കുക. കണ്ടോ? 4 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് നമ്മളിത് വരയ്ക്കുക. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഇപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അളവില് ഈ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാം. ഈ വൃത്തം ഉപയോഗിച്ച് ധാരാളം പാറ്റേണുകൾ ഉണ്ടാക്കാം. നിങ്ങൾ കുറെ പാറ്റേണുകൾ വരയ്ക്കുക. ഞാനും നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഇപ്പൊ വൃത്തം വരയ്ക്കാൻ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. കോമ്പസിന്റെ മുന ഉറപ്പിച്ച് നിർത്തിയ ശേഷം വെറുതെ ഇങ്ങനെ അങ്ങ് കറക്കി കൊടുത്താൽ മതി. കണ്ടോ? വൃത്തായി. ചിലരുടെ വൃത്തങ്ങളൊക്കെ വളഞ്ഞു വരും, അത് പറ്റില്ല. കൃത്യമായിട്ട് വേണം. ജസ്റ്റ് നിങ്ങൾ തിരിയണ്ട, നല്ല രസം. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? വൃത്തം വരയ്ക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് തിരിയും. ഇത് നിങ്ങൾ തിരിയണ്ട. എന്ത് ചെയ്താൽ മതി? ഇതേപോലെ സ്കെച്ച് പെന്നിലോ അല്ലെങ്കിൽ പെൻസിലിലോ പിടിച്ച് തിരിച്ചാൽ മതി. ഞാൻ വീണ്ടും വീണ്ടും വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾ ഒറ്റ വരയ്ക്കിൽ വരച്ചാൽ മതി കേട്ടോ. ഒരു വട്ടത്തിൽ മാത്രം വരച്ചാൽ മതി. വരച്ചതിന്റെ മുകളില് കളർ കുറവായിട്ട് വീണ്ടും കൈ കൊണ്ട് വരയ്ക്കരുത്. അപ്പൊ കറക്റ്റ് വൃത്താവില്ല. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇതിനേക്കാളും ചെറുത് വേണോ? ചെറുത് വേണമെങ്കിൽ ഇതിങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഇവിടെ അമർത്തി വെച്ചതിന് ശേഷം ഒറ്റ വര വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഞാൻ ബോർഡിൽ കാണിക്കാത്തതിന് കാരണം ബോർഡിലാകുമ്പോൾ അവിടെ കുത്തി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 1-2 ചിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 17 ചിത്രമാണ്. ഇവിടെ നോക്കുക. ഞാൻ 3 സെന്റിമീറ്റർ അളവിൽ ഒരു വര വരച്ചു. എന്നിട്ട് ഈ വരയുടെ 2 അറ്റത്തു നിന്നും ഇതേ അളവിൽ നമുക്ക് വൃത്തം വരയ്ക്കണം. ഈ വര എന്ന് പറയുന്നത് വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ ആരമാണ്. ആദ്യം ഞാൻ ഈ അറ്റത്ത് വെച്ചിട്ട് വൃത്തം വരയ്ക്കുകയാണ്. വരച്ചു. ഇനി അതേപോലെ കോമ്പസിന്റെ മുന ഇവിടെ ഈ ബിന്ദുവിൽ കുത്തുക. എന്നിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുക. സ്കെച്ച് പെൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തെറ്റിയാൽ അത് തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ നോക്കൂ, ഈ വരയുടെ
അതേ അളവിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ 2 വൃത്തവും വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് യോജിപ്പിക്കാം. ഇനി മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ഒരു വര ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണില്ല. അത് ഇവിടെ വരുമ്പോൾ മായ്ച്ചു കളഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ സ്കെച്ച് പെന്ന് കൊണ്ട് വരച്ചത് കൊണ്ട് എനിക്കത് മായ്ച്ചു കളയാൻ പറ്റില്ല. നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ഈ വര മായ്ച്ചു കളയാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് കളർ കൊടുക്കാം. ഈ 2 വൃത്തവും ഒരേ കളർ കൊടുക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ എൻ്റെ സ്കെച്ച് പെന്ന് കൊണ്ട് വരയ്ക്കുന്നതിന് കാരണം നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാക്കാനാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ക്രയോണാണ് കൊടുത്തത്. ഈ ക്രയോൺ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് വരില്ല. പക്ഷേ സ്കെച്ച് പെന്ന് കൊണ്ട് കൊടുത്തതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ബാക്കിലേക്ക് അതിൻ്റെ അടയാളം വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്രയോൺ കൊണ്ട് കളർ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ബാക്കി ചിത്രങ്ങൾ അടുത്ത വീഡിയോ ആയിട്ടിടാം. ഇതെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇവിടെ ഞാൻ സർക്കിള് മാത്രം സ്കെച്ച് പെൻ കൊണ്ട് വരച്ചപ്പം അത് വലിയ കുഴപ്പമില്ല. ഇപ്രാവശ്യത്തേക്ക് വലിയ പ്രശ്നമില്ല. കളർ കൊടുത്തപ്പോഴാണ് ഇപ്രാവശ്യത്തേക്ക് കൂടുതൽ പ്രശ്നമായത്. അതുകൊണ്ട് ഒരു വൃത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് പെന്ന് കൊണ്ട് വരയ്ക്കാം. പക്ഷെ കളറിങ് ഒരിക്കലും നിങ്ങൾ സ്കെച്ച് പെന്ന് കൊണ്ട് കൊടുക്കരുത്. ക്രയോൺ ഉപയോഗിച്ച് തന്നെ കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കോമ്പസ് നല്ല ടൈറ്റ് ആയിരിക്കണം. പിന്നെ എൻ്റെ ഈ കോമ്പസ് നല്ല ടൈറ്റാണ്, അതുകൊണ്ട് എനിക്ക് നല്ല സുഖം. നിങ്ങൾ വരച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒറ്റ അനക്കത്തിൽ പെട്ടെന്ന് തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് മാറിപ്പോവും. പിന്നെ എൻ്റെത് ഈ സ്ക്രൂ ഞാൻ വേറെ ഇട്ടിരിക്കുന്നതാണ്. സ്ക്രൂ ഊരി പോയത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്ക്രൂ വേറെ ഇട്ടതാണ്. ഇതിനകത്ത് നമുക്ക് വലിയ സ്കെച്ച് പെന്നൊക്കെ കയറ്റാൻ പറ്റും. സ്കെച്ച് പെന്ന്, ടോട്ടം പെന്ന് ഒക്കെ കയറ്റാം. അത് കയറ്റി കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇത് നിൽക്കും. പിന്നെ കാണാൻ കുറച്ച് ഭംഗിയില്ല, ഈ സ്ക്രൂ ആയതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടോ, നല്ല ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഏത് വലിപ്പത്തിലുള്ള വൃത്തവും ഇത് ആടേ ഇല്ല. ഇതിങ്ങനെ വെച്ചൊരൊറ്റ തിരിക്കല്ല എനിക്ക് തിരിക്കാം. നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചുറ്റോട് ചുറ്റും നിന്ന് കറങ്ങണ്ട. ഇതുപോലെ ഇതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ തിരിക്കൽ അങ്ങ് തിരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ വൃത്തം വരയ്ക്കേണ്ടത്. നിങ്ങൾ കുറേ വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി ബാക്കി ഇതിൻ്റെ വരയ്ക്കാനുള്ള ചിത്രം അടുത്ത വീഡിയോ ആയിട്ടിടാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ, ബൈ.